നീ ഇങ്ങനെ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് അതൊന്ന് വിടറാ. അന്നത്തെ എൻ്റെ വിവരക്കേടിനെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീ അതിലെന്നെ ഇങ്ങനെ പിടിച്ചു തൂങ്ങിയാലോ? എങ്ങനെ ഞാൻ പറയാണ്ടിരിക്കുക? അങ്ങനെയല്ലേ നിങ്ങൾ അവളുടെ അടുത്ത് അന്ന് കാട്ടിയത്? അതൊന്നും അവൾ അത്ര പെട്ടെന്ന് മറക്കില്ല. എനിക്കതിൽ നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറയണത് നിൻ്റെ അടുത്ത് നീ അവളിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയേന്ന്. വന്നിട്ട് എന്തിനാ അമ്മ? 4 ദിവസം കഴിഞ്ഞ് ഉമ്മാൻ്റെ സ്വഭാവം പഴയ പോലെ ആവാനാ? ഇല്ലടാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിൻ്റെ കുട്ടിനെ കാണാൻ പൂതിയായിട്ട് വയ്യേ. കുട്ടിനെ കാണാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടെ? അവിടെ ആരും നിങ്ങളെ പോകണ്ട പറഞ്ഞിട്ട് മുടക്കി വെച്ചിട്ടൊന്നുമില്ല. പോണമെന്നൊക്കെ വിചാരിക്കും ഞാൻ. അതിന് എങ്ങനെയാണ്? മുബി ഉള്ളതല്ലേ ഇവിടെ. അവൾക്കാണെങ്കിലോ കുട്ടിനൊന്നും നേരെ വണ്ണം എടുക്കാനും കൂടി അറിയില്ല. അങ്ങനത്തോളിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകുക? ഞാൻ എന്തായാലും അവളെ വിളിക്കുമ്പോൾ കാര്യം പറയട്ടെ. അവൾ വല്ലാതെ തന്നെ വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കാനൊന്നും പോയില്ല. നീ എങ്ങനെയെങ്കിലും അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയേ. ഇനിയിപ്പോൾ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങില്ലേ എപ്പോഴാണ് കൂട്ടിയിട്ട് വരുന്നതെന്നൊക്കെ. ഇപ്പം തന്നെ 1-2 ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മൂപ്പിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടേ കൊണ്ടുവരുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലടാ. ഓ, അപ്പോൾ നാട്ടുകാരനെ പേടിച്ചിട്ട് അവളെ വരാൻ പറയണില്ലേ? അല്ലാണ്ട് അവളുടെ അടുത്തും കുട്ടിൻ്റെ അടുത്തും സ്നേഹം ഉണ്ടായിട്ടല്ല. എനിക്കേ കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഫോൺ വെക്കുകയാണ്. ഡാ, ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. നീ അവളുടെ അടുത്ത് പറയേ വിളിക്കുമ്പോൾ. എന്താ അത് ഫോണും കൊണ്ട് പോയിട്ട് കുറേ നേരമായല്ലോ. എന്തായിരുന്നു കാര്യമായിട്ട് ഇത്ര വല്ലാത്ത ചർച്ച അവിടെ? ഞാൻ അവൻ്റെ അടുത്ത് ജസ്റ്റിനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരുന്ന കാര്യം പറയുകയായിരുന്നേ. താത്ത എന്നിട്ട് വരാൻ സമ്മതിച്ചോ? അവൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ആ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇരിക്കുക തോന്നുന്നുണ്ട്. 2 മാസം കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് വരികയല്ലേ. അതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവൾ ഇങ്ങോട്ട് വരുത്തണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, അവ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവനേ അവൾ വീട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിലേ ഇവനൊരു അയ്യോഭാവാണ്. അതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് അതെല്ലാം ഇല്ലായും പല്ലായും കൂടി കണ്ടാലേ ഇവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അവിടെ കൊടുത്തിട്ട് അങ്ങോട്ട് വരും. ഇപ്പം തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേ അവൾ ഇങ്ങോട്ട് വരാൻ പറയടാന്ന്. അപ്പോൾ അവൻ എന്താ പറയണമെന്ന് അറിയോ? അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അവൾ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന്. കെട്ടിയവൾ അവിടെ നിൽക്കുമ്പോഴേ അവൻ പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അവൻ അച്ഛൻ വീട്ടിൽ തന്നെ ആയിരിക്കും. അവനെയും കൊണ്ട് പിന്നെ ഈ വീട്ടിലേ 10 വയസ്സിൻ്റെ ഉപകാരം ഉണ്ടായില്ല. ഒന്നും അറിയണ്ട ഞാൻ. അപ്പോൾ വെറുതെ അല്ലേ താത്തനെ വരാൻ പറയണത്. ഞാനും വിചാരിച്ചു ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് താത്താൻ്റെ അടുത്ത് കുറ്റബോധം തോന്നിയോ? കുറ്റബോധം എനിക്കോ? അവളുടെ അടുത്ത് ചെയ്തതൊക്കെ കുറഞ്ഞു പോയിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഉമ്മക്ക് എന്താ ഇതിങ്ങനെ പറ്റാണ്ടിരിക്കാൻ? അതെന്താ നിങ്ങളെ കാട്ടാൻ വന്ന്? അതാവും കൊണ്ട് ഇവിടെ ഇരുന്ന് വരികയാണ് കേട്ടോളി. വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ എന്നേ ഇട്ടിരുന്നും കൊണ്ട് പോയിട്ടുണ്ടാവും. ഇരുന്ന് വരണം. അല്ലാണ്ട് പിന്നെ കഞ്ഞിക്ക് വകയില്ലാത്ത വീട്ടിൽ നിന്ന് കയറി വരും ചെയ്തിട്ടേ ഇവിടെ സപ്രമഞ്ചത്തിൽ ഇരിക്കാന്ന് വിചാരിച്ച അവൾക്കറിയാം അവൾക്ക് കിട്ടണേലും വെച്ചിട്ട് ഏറ്റവും നല്ല ബന്ധം കിട്ടിയിരിക്കണെന്ന്. അതുകൊണ്ട് തന്നെയല്ലേ അത് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇത്രയ്ക്ക് ഈ വഴിയെടുത്തിട്ടും. നിങ്ങൾ എന്നാലും വല്ലാത്ത സാധനം കേട്ടോളി. എനിക്ക് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ? നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ എൻ്റെ അമ്മായിമ്മയൊക്കെ ഉണ്ടല്ലോ പത്ര മാറ്റാണ്. എന്നെയൊന്നും അതൊന്നും പറയാൻ വന്നിട്ടില്ല. നിന്നെ എന്തെങ്കിലും പറയാൻ വന്നാലേ അവർ വിവരം അറിയും. ഇവളിനെ പോലെ ധർമ്മ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ നമ്മൾ നിന്നെ. അവർ ചോദിച്ച മുതലൊക്കെയും തന്നിട്ട് തന്നെ നിന്നെ ഇവിടെ ഇറക്കി വിട്ടിരിക്കുന്നത്. പിന്നെ എന്താ അവർ നിന്നെ പറയാൻ വരുന്നത്? ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ അവരെൻ്റെ തരത്തിലുള്ള ആൾക്കാരായിട്ട് ബന്ധം പിടിക്കാൻ പാടുള്ളൂ. ഇത് ഒരു ഗതിയില്ലാത്ത വീട്ടിൽ കഴിഞ്ഞും കൊണ്ട് പുളിങ്കൊമ്പിൽ കയറി പിടിക്കാൻ നിന്നാലേ കൊമ്പൊടിയന്നെ ഉള്ളൂ. കുറെ സൗന്ദര്യം തൊലിവെളുപ്പും ഉണ്ടായി പറഞ്ഞാലേ അത് അടുപ്പത്തിട്ട ചോറാകുമോ? ഇല്ലല്ലോ. അതിനൊക്കെ ഇതന്നെ വേണം. എന്നിട്ട് താത്താൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ട് എന്താ കാട്ടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? അവളുടെ ഇടുപ്പ് മുറിയും വരെ ഞാൻ പണിയെടുപ്പിക്കും. അങ്ങനെ ഇപ്പം അവൾ എൻ്റെ മകൻ്റെ കൂടെ സൂചിച്ചിരിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം സുഖം എന്താണെന്ന് അവൾ അറിയില്ല. നോക്കിക്കോ നീ. നിങ്ങൾ എന്തോ കാട്ടി. നിങ്ങൾക്കൊന്നും വർത്താനം പറയാൻ ഞാൻ ആളല്ല. ഇക്കന് ഇതൊക്കെ അറിഞ്ഞിട്ടേ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാണ്ട് നോക്കിക്കോളി. അതൊന്നും അവനറിയില്ല. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണതേ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താടി അവൻ ഫോൺ വിളിച്ച് വെച്ചേ പിന്നെ നല്ല ആലോചനയിലാണല്ലോ നീ. എന്താ നിനക്ക് പറ്റി? അല്ലമ്മ, ഒക്കെ വിളിച്ചിട്ട് പറയായിരുന്നേ കുട്ടിക്ക് 3-ാം മാസം ആവാനായില്ലേ, 3 മാസം ആയി കഴിഞ്ഞു പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ട് ഉമ്മ പറയണോന്ന്. ഇക്കാലത്ത് വിളിച്ച് പറയുക അത്രേ 3 മാസത്തിൽ എന്നെ കൊണ്ടുപോകണം പറഞ്ഞിട്ട്. ഓ, അപ്പോൾ കഴിഞ്ഞതൊക്കെ അവർ ഇത്ര പെട്ടെന്ന് മറന്നോ? എന്നിട്ട് അവനെന്താ പറഞ്ഞാണാവോ? ഇക്കാക്ക് ഞാൻ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്നോ തന്നെ ഇക്ക പറയണത്. അതിന് ഉമ്മാക്ക് ഒരേ നിർബന്ധം അത്രേ. അന്ന് കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട, ഇനി അങ്ങനെയൊന്നും ഉണ്ടായില്ല, അന്ന് അങ്ങനെയൊക്കെ അറിയാണ്ട് പറ്റിയതാണെന്നൊക്കെ പറയണോന്ന്. എന്താ വേണ്ടെന്നപ്പോൾ ഞാൻ ആലോചിക്കണം. നിനക്ക് എത്ര കണ്ടാലും കൊണ്ടാലും പടിയില്ലാലേ ജെസ്സിയെ. ഓ, അവർക്ക് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിൻ്റെ അടുത്ത് സ്നേഹം തോന്നാൻ. അവരെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കാണാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ അവൻ്റെ മകൾ പ്രസവിച്ച് കിടക്കുകയല്ലേ. എല്ലാ പണിയും കൂടിയിട്ട് ഒറ്റയ്ക്ക് അവർക്ക് ചെയ്യാൻ സഹിക്കുന്നുണ്ടായില്ല. അപ്പം മകൻ്റെ അടുത്ത് തക്കാരത്തിൽ നിന്ന് നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടായാലേ അവിടെ പണിയാൻ ആളായല്ലേ അവർക്ക്. നീ കാലാകാലം നീ അങ്ങോട്ട് പോകാണ്ട് ഇവിടെ തന്നെ ഇരിക്കണമെന്നൊന്നും ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നില്ല. അത് പറഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ നീയേ ഈ കുട്ടിനെയും വെച്ചിട്ട് അവിടെ പോയിട്ട് എന്ത് പണി ചെയ്യാനാണ്? എന്നാൽ ഒരു നേരം നിനക്ക് വെയ്യ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോട്ടേ വെക്കാം. ഓ, നല്ല ആൾക്കാരും. ഇനിയിപ്പോൾ അവർ കഴിഞ്ഞതൊക്കെ മറന്നിട്ട് നിന്നെ സ്നേഹത്തോടെ വിളിക്കുകയെന്നുണ്ടെങ്കിലേ കുട്ടിക്ക് ഒരു 6 മാസം ആകട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടാക്കാം. അതല്ലാന്നും
ഇനി 2 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണേ. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നിട്ടോ. ഇപ്പം ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരികയായിരിക്കും. എന്നാലും അങ്ങനെയല്ലല്ലോ, മൂപ്പർക്കും ഉണ്ടായില്ലേ എപ്പോഴെങ്കിലും ഒരു ലീവ് കിട്ടുമ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ സമാധാനത്തിലിരിക്കണമെന്ന്. അതൊക്കെ ആലോചിക്കുമ്പോൾ പോകണമെന്നുണ്ട്. എന്താ ചേച്ചി, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയണത്? പിന്നെ അവിടെ പോയിട്ട് 6 മാസം വരെ നീ കാണാനുള്ള പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അവർ പറയണമെന്ന് പറഞ്ഞിട്ടേ നീ നിന്റെ ആരോഗ്യം നോക്കാണ്ട് എല്ലാ പണിയും ചെയ്യാൻ നിന്നാലേ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നിനക്ക് തന്നെ ഉണ്ടാവുക. ഇപ്പം നീ കുട്ടിക്ക് പാല് കൊടുത്തിട്ടേ അതിനെ ഉറക്കാൻ നോക്ക്. ബാക്കിയൊക്കെ പിന്നെയല്ലേ. അല്ലോ, ഇതെന്താ ഇപ്പം ഇത്? പാപ്പമ്മാൻ്റെ കുട്ടി വലിയ പെണ്ണായിക്കണല്ലോ. വാപ്പമ്മ കുട്ടിനെ പ്രസവിച്ച സമയത്ത് ആശുപത്രിയിലൊന്ന് എത്തി നോക്കിയിട്ട് വന്നതാണ്. പിന്നെ കുട്ടിന്റെ വിവരം എന്താ, കുട്ടി എന്താ കാട്ടണെന്ന് അറിയാൻ ഒന്ന് തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ തോന്നും. അതെന്താ പറഞ്ഞ, ഇവിടെ എൻ്റെ മകളും പ്രസവിച്ച് കിടക്കില്ലായിരുന്നു. അവളിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങോട്ട് വരാൻ പറ്റാത്തോണ്ടാണേ. വേണമെങ്കിലൊക്കെ ചക്ക വേരിലും കായ്ക്കും. എന്നാ ചേച്ചി കുട്ടിനെ പിടിച്ചാ, ഞാൻ ചായ വെച്ചിട്ട് വരാം. അമ്മായിക്ക് വേഗം ഞങ്ങോട്ട് പോണ്ടിയും വരുമല്ലോ അല്ലേ. എന്തപ്പം നിങ്ങൾ എന്നെ ആട്ടിവിടാൻ നോക്കുക? ഞാൻ ഇന്നൊന്നും പോണില്ല. ഇവളുടെ കൂടെ 2 മാസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണേ. ഇവളുടെ ഉമ്മാക്ക് ഇവളിനെ ഇപ്പം ഇങ്ങോട്ട് വിട്ടാക്കാനേ തീരെ മനസ്സില്ല. എന്താ പറഞ്ഞ, ഓപ്പറേഷൻ അല്ലേ, കുട്ടിക്കും അത്ര ആയിട്ടില്ല. അപ്പൊ ഞാനാ അവളുടെ അടുത്ത് പറഞ്ഞത്, നീ സമാധാനമായിട്ട് ഇരിക്കേ, അവളുടെ കുട്ടിനെ നോക്കാനല്ലേ, അവള് പോകുമ്പോ ഞാനും കൂടെ പോകാന്ന്. എനിക്കാണെങ്കിൽ നേരത്തെ ഇത്തിരി ചോറോ കഞ്ഞിയോ കിട്ടിയാലേ എവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവളുടെ കൂടെ വന്നാലേ ഇവൾക്കൊരു സഹായാവുകയും ചെയ്യും, അവിടെ ഇരിക്കുന്നവൾക്ക് ഒരു സമാധാനത്തിൽ ഇരിക്കുകയും ചെയ്യാലോ. അത് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ എന്താ ഇപ്പൊ ഇവര് പറയണത്, എൻ്റെ പേരക്കുട്ടിനെ നോക്കാൻ എനിക്കറിയില്ലേന്ന്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ടാട്ടോളി. നിങ്ങളുടെ പേരക്കുട്ടിനൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുന്നൊക്കെ എനിക്കറിയാം. എന്നാലും കുട്ടിൻ്റെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ഇവൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാം കൂടി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സഹായിക്കണ്ടേ. അങ്ങനെ വിചാരിച്ചാൽ മതി. അതൊക്കെ നമ്മളും കുറച്ചൊക്കെ കണ്ടറിയണ്ടേ. ആ, അതെന്തായാലും നന്നായുള്ളൂ. എന്നാ നിങ്ങൾ പോയി ചായ വെച്ചിട്ട് വന്നോളി. എനിക്കേ ചായയിൽ ഇത്തിരി കടുപ്പം നല്ല ഇട്ടോളി. എന്താന്നറിയില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ, തലയൊക്കെ ഒന്നായിട്ട് പെരുക്ക പോലെ. ആ കടുപ്പുള്ള ചായ കുടിച്ചു പറഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും. പിന്നെ ഇവൾക്ക് ചായ കൊടുക്കണ്ട കേട്ടോളി, പാല് കൊടുത്താൽ മതി. ഇവള് അവിടെ 2 നേരം പാൽ തന്നെ കുടിക്കല് ലഡി. എന്താണ് നിന്റെ അമ്മായിമാക്ക് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ തീരെ പറ്റിയിട്ടില്ല തോന്നുന്നു. മോക്കൊക്കെ വല്ല കടന്നിൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്നാ നീ ഞങ്ങളുടെ റൂമിലേക്ക് നടക്ക്. ഇതൊക്കെ ഒന്ന് അഴിച്ചു കേട്ടോ, ചുട്ടു കത്തിയിട്ട് വയ്യ. ഇതെന്നാലും വല്ലാത്ത ചതിയായി കേട്ടോ. ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു വയ്യാവേലി വരുന്നു ഞാൻ അറിഞ്ഞോ? എങ്ങനെ ഞാൻ ഇതിൻ്റെ 2 മാസം കഴിച്ചു കൂട്ടുക? ആലോചിച്ചിട്ട് തന്നെ പ്രാന്താവും എനിക്ക്. ആ, എന്താടി കാട്ടണ്? ഞാൻ എന്താ കുട്ടിനെ ഓർക്കായിരുന്നു. എന്താ അത് രാവിലെ തന്നെ? ഓ, താത്ത വന്നിട്ടുണ്ടാവില്ലേ? അപ്പം എല്ലാ പണിയും അതിനെ ഏൽപ്പിച്ചിട്ട് സുഖമായി ഇരിക്കായിരിക്കും ഇപ്പോൾ. ഓ, വന്നു വന്നു. താത്ത മാത്രമൊന്നുമല്ല, കൂടെ ഒരു മാരണം വന്നിട്ടുണ്ട്. മാരണോ? എന്തൊക്കെ നിങ്ങൾ പറയണേ? ആടി, അവള് വരുമ്പോഴേ അവളുടെ വീട്ടിൽ പണിയും തുറന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു അമ്മായിനെ കൂട്ടിയിട്ട് വന്നിക്കണു, കുട്ടിനെ നോക്കാനൊന്നും പറഞ്ഞിട്ട്. അമ്മായി എന്ന് പറഞ്ഞാലും പോരാ. അല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണണം ഇങ്ങനെ ഒരു സാധനത്തിനെ. അതിന്റെ വായിക്കൊരു റെസ്റ്റ് എന്ന് പറയണതില്ലടി. എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം. അത് പിന്നെയും സഹിക്കുക. അതിന്റെ വർത്താനോ വായ കൂടിയോടുമില്ല. അതിന്റെ ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞിട്ടേ എന്റെ തല പെരുക്കാൻ തുടങ്ങി. അതെന്തായാലും നന്നായി. മരുമകള് വന്നിട്ട് നല്ലൊരു പണി കൊടുക്കണം പറഞ്ഞിട്ട് ഇരുന്നിട്ട് 8ന്റെ പണി ഇപ്പൊ നിനക്കാണല്ലോ കിട്ടിയത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ കത്തണ കൂടെ കോരി പാരാൻ നിൽക്കണ്ടടി. ഇപ്പൊ എന്താ ഞാൻ കാട്ടുക? അതവിടെ നിന്നോട്ടെ, അതിനിപ്പോ നിങ്ങൾക്ക് എന്താണ്? അത് കുട്ടിനെ നോക്കാൻ വന്നതല്ലേ. 4 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളും. 4 ദിവസമോ? എന്നാ വേണ്ടില്ലല്ലോ. 2 മാസം കഴിഞ്ഞിട്ട് അത്ര അത് ഇവിടുന്ന് പോവുള്ളൂ. ഈ 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് മതിയും ഗതിയായിട്ടുണ്ട്. രാവിലെ എണിച്ച പാടെ ഒരു കാൽച്ചായ, അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോഴേക്കും ചായയും കൂടെ പലഹാരം. അത് അങ്ങനെ ഇങ്ങനെയുള്ള പലഹാരമൊന്നും അതിന് പറ്റില്ലടി. ആട്ടിയ പലഹാരം തന്നെ വേണം. കുട്ടിക്ക് കുളിക്കാനുള്ള വെള്ളവും അവൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഒക്കെയും തിളപ്പിക്കണം. അടിക്കലും തുടയ്ക്കലും വെക്കലും വിളമ്പലും ഒക്കെ ആയിട്ട് എൻ്റെ ഇടുപ്പും മുതുകും ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ, ഇത് നിങ്ങൾക്കൊരു പണി തരാൻ വേണ്ടിയിട്ടേ അവർ കരുതി കൂട്ടിയിട്ട് വിട്ടാക്കിയതാണ് അവരിനെ. അല്ലാന്നുണ്ടെങ്കിലേ നിങ്ങൾ താത്താക്ക് സൗകര്യം കൊടുക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്കും തോന്നി. എന്നാ അവളെന്ത് വേണടി? ഞാനൊരു തള്ളയല്ലേ. എന്നെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴേ ഒരു കൈസഹായത്തിന് എന്തെങ്കിലും ഒന്ന് വന്ന് ചെയ്തു തരണ്ടേ? അതില്ല. അവള് തന്നെ തഞ്ചം പറഞ്ഞുകൊണ്ട് സുഖമായി ഇരിക്കും അവിടെ. നിങ്ങൾക്കും ഈ പറയുന്ന സാധാരണ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കണ്ട. നീ എന്താടി അവളുടെ സൈഡിൽ നിന്ന് വർത്താനം പറയണത്? ഞാൻ എൻ്റെ വേവലാതി പറയുമ്പോ
ഞാൻ ആരും സൈഡിൽ നിന്ന് പറഞ്ഞതൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. പിന്നെ ഞാൻ കുട്ടി എണിക്കുമ്പോഴേക്ക് കുളിക്കാൻ നോക്കട്ടെ, നിങ്ങൾ ഫോൺ വെക്കി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓ, എന്താ അത് കാര്യമായിട്ട് ഫോണിലൊരു വർത്താനം? കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. മകളായിരിക്കും അല്ലേ? ആ, ഞാൻ ഈ കുട്ടിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് വിളിച്ചതാണേ. ഏ, എന്നിട്ട് എന്താ തളഞ്ഞ കുട്ടീൻ്റെ ഒക്കെ വർത്താനം? എന്താ വർത്താനം? കുട്ടി ഇങ്ങനെ വാശി പിടിക്കുക പറഞ്ഞിട്ട് പറയുക അവള്. കുട്ടീനെ ഉറക്കണ് പറഞ്ഞിട്ട് പിന്നെ വേഗം ഫോൺ വെച്ചു. ആ, അതൊക്കെ കുട്ടികളിന് ഓരോ ശീലങ്ങൾ നമ്മൾ പഠിപ്പിക്കും പോലെയാണ്. നിങ്ങൾ അവൾ ഇവിടെ ഉള്ള സമയത്ത് 24 മണിക്കൂർ കുട്ടീനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടാവും. അതാണ് കുട്ടി ഇപ്പം ഇങ്ങനെ വാശി പിടിച്ച് കരയണത്. അതൊക്കെ നമ്മുടെ കുട്ടി കണ്ടില്ലേ? എന്തെങ്കിലും ഒരു വാശി ഉണ്ടോ നോക്കാം. വീട് മാറിയിട്ടും കൂടി ഒന്നും കരഞ്ഞിട്ടില്ല. അങ്ങനെ വേണം കുട്ടികളെ പഠിപ്പിക്കാനേ. പിന്നെ അവൾക്ക് ഇവിടെ നേരത്തിന് ഉണ്ടാക്കുന്ന ചോറും ചാറും മാത്രം കൊടുത്താൽ പോരാ. അതിനെ പ്രസവരക്ഷന്ന് നേരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓപ്പറേഷൻ ആയിരുന്നില്ലേ? അതിന്റെ തടി നന്നാക്കാനേ ഇടനേരത്ത് വല്ല കോഴിമുട്ടേ നേന്ത്രപ്പഴോ വല്ല പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി. മരുമകളിൽ വേഗം തിരക്ക് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ മെനക്കെട്ടല്ലോ. അതൊക്കെ ചെയ്യാനും അറിയണേ. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്ന്. ഇതിപ്പോൾ വെയിലിൽ കിടക്കണ പാമ്പിനെ എടുത്തിട്ട് തോളത്തിട്ട അവസ്ഥയായിപ്പോൾ എനിക്ക്. എന്നാൽ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കിക്കോളി. ഞാൻ ഇനി വർത്താനം പറഞ്ഞു നിന്നിട്ട് നിങ്ങളുടെ പണികൾ മുടങ്ങണ്ട. ഞാനേ കുറച്ചു നേരം പോയി കിടക്കാൻ നോക്കട്ടെ. ചോറും കറിയൊക്കെ ആകുമ്പോഴേ വിളിച്ചാൽ മതി. ഞാനെന്ത് ഈ തളൻ്റെ വേലക്കാരിയോ? ചോറാകുമ്പോൾ വന്ന് വിളിച്ചാൽ മതി ഇത്ര. എൻ്റെ തനി സ്വഭാവം പുറത്തെടുത്താണ്ടല്ലോ അമ്മായി മരുമകൾ ഓടും ഇവിടുന്ന്. വേണ്ട വേണ്ട വെച്ചിട്ടാ ഞാൻ. ജെസി. ആ, റംല താത്ത. ഞാൻ വിചാരിച്ചുള്ളൂ എന്താ നിങ്ങൾ ഇങ്ങോട്ട് കാണാത്തതെന്ന്. എടീ, ഞാനതിന് നീ വന്നത് അറിഞ്ഞില്ലേ? കുട്ടീൻ്റെ കരച്ചിലിടയ്ക്ക് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. മുബിൻ്റെ കുട്ടിയായിരിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചത്. പിന്നെ ഇന്നലെ നിന്റെ അമ്മായി പുറത്ത് നിൽക്കണു. അപ്പൊ ഞാൻ വിചാരിച്ച ഏതാ അപ്പൊ ഇത് ഇങ്ങനെ ഒരു താത്താന്ന്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാ പറഞ്ഞത് ജെസിന്റെ അമ്മായിയാണ്, അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന്. അതല്ലേ ഞാൻ ഓടിപ്പിടിച്ചപ്പോ ഇങ്ങോട്ട് വന്നത് തന്നെ. ആ, നല്ല ഉറക്കാണ് അല്ലേ? അങ്ങനെ നിന്നെ പറിച്ചു വെച്ച പോലെ ഉണ്ട്. പിന്നെ എന്തൊക്കെ വിശേഷം? ഞാൻ ഇവിടുന്ന് പോയ പിന്നെ നിങ്ങളുടെ ഒരു വിവരവും അറിയലില്ല. എന്താ അങ്ങനെയൊക്കെ പോണു. ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിക്കണം എന്നൊക്കെ വിചാരിക്കുവേ. അതിന് എങ്ങനെയാണ്? എൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല, കയ്യിൽ ടച്ച് ഫോൺ. എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്. അത് എൻ്റെ പേരക്കുട്ടി വിരുന്ന് വന്നപ്പോണ്ട് എറിഞ്ഞങ്ങോട്ട് പൊട്ടിച്ചെടി. അതാ. ആന്ന് ഒന്നും പറയണ്ട. അവള് 2 ദിവസം ഇവിടെ നിൽക്കാൻ വന്നാലേ കുട്ടികൾക്ക് എൻ്റെ ഫോണിൽ തന്നെ കളി. തിന്നുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും കുളിക്കുകയാണെങ്കിലും ഒക്കത്തിനും ഫോൺ വേണം. അവളുടെ ഫോൺ കൊടുക്കില്ല. അവളുടെ ഫോൺ മറ്റെടുത്താലേ നല്ല തല്ല് വെച്ച് കൊടുക്കും. നമുക്ക് ഈ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴേ തല്ലാനും അടിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിന് കുട്ടികൾ എളുപ്പം കണ്ടു. ചുരുക്കാൻ പറഞ്ഞ ആരെങ്കിലും ഒന്ന് വിളിക്കാനും പറയാനുണ്ടായിരുന്നു, ആ ഫോൺ അങ്ങോട്ട് പോയി കിട്ടി. എന്നാലും വല്ലാത്ത കഷ്ടട്ടോളി. നേരാക്കാൻ പറ്റില്ലേ? ഇനി അത് നേരാക്കണേനെക്കാട്ടിലും നല്ലത് പുതിയത് വാങ്ങുകയാണ്. ആ കോളത്തിലാക്കിയിട്ടുണ്ട്. ജെസ്സി, ഇതേട്ടോ കുടിക്കാനുള്ള വെള്ളം. ആ, റംല എപ്പോഴാ വന്ന്? ഞാൻ ഇതപ്പോൾ വന്നെ ഉള്ളൂന്നു. ഞാൻ വരുമ്പോൾ നിങ്ങൾ അവിടെയൊക്കെ നോക്കിയേ, കണ്ടില്ല. ഞാൻ അപ്പുറത്ത് മീൻ നേരാക്കായിരുന്നേ. ആ, ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വന്ന് ചോറിനാ നോക്കിയോ. അമ്മായിനെയും വിളിക്ക്. ആ, ഇപ്പൊ വരാമ്മ. എന്താ ജെസ്സിയെ, നിന്റെ അമ്മായിമ്മേനെ ചെടിയത്? ഞാൻ സ്വപ്നം കാണുന്നില്ലല്ലോ. സ്വപ്നമൊന്നും അല്ലാന്നും വിശ്വസിച്ചോളി. ഇതെന്തായാലും വല്ലാത്തൊരു മാറ്റം തന്നെ കേട്ടോ. ആ, ചില ആൾക്കാർ വന്നാലേ നന്നാവാത്തവനെയൊക്കെ നന്നാക്കാൻ പറ്റുന്നപ്പോൾ എനിക്കും മനസ്സിലായി.